അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൂന്തൽ മീൻ അല്ലെങ്കിൽ കണവ എന്നൊക്കെ പറയും, അത് ക്ലീൻ ചെയ്യുന്ന വീഡിയോയുമായിട്ടാണ്. അപ്പോൾ കുറച്ച് കൂന്തൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ നന്നാക്കി എടുക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിൽ ചെറുതും വലുതുമൊക്കെ ഉണ്ട്. അപ്പോൾ നന്നാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ മീനൊക്കെ ചെറിയ പിള്ളേരും കൊണ്ടൊക്കെ നന്നാക്കിക്കാൻ എളുപ്പമാണ്. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, അധികം ക്ലീനിങ്ങൊന്നുമില്ല. അപ്പോൾ നല്ല എളുപ്പമാണ് നന്നാക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ നന്നാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം അതിൻ്റെ ഉള്ളിൽ നിന്ന് നീണ്ടിരിക്കുന്ന തല വലിച്ച് കളയാം. പിന്നെ അതിൻ്റെ തൊലി ഇങ്ങനെ നഗരി വെച്ചിട്ട് അങ്ങോട്ട് പൊളിച്ച് കളഞ്ഞാൽ മതി കേട്ടോ. പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഉള്ളിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് പോലെ ഒരു സാധനം ഉണ്ടാവും, അതിങ്ങോട്ട് വലിച്ച് കളയുക. അധികം അഴുക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്കിത് പൊട്ടിക്കാതെ തന്നെ അതിൻ്റെ ഉള്ളിൽ വിരലിട്ടിട്ട് ക്ലീൻ ചെയ്യാം. അപ്പം ഞാനിതൊന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. മുറിച്ച് കൊടുത്തിട്ടാണ് ഉള്ളിൽ ക്ലീൻ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ ഇതേപോലെ അധികം അഴുക്കൊന്നും ഉണ്ടാവില്ല. ഒരു ജെല്ല് പോലെ കുറച്ച് സാധനങ്ങളുണ്ടാവും. അത് ഇങ്ങനെ കൈയും കൊണ്ട് എടുത്ത് കളഞ്ഞാൽ മതി. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇത് ചെറിയ മീനൊക്കെയാണ് കഴിക്കണത്, ആ മീനൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് മഷി ഉണ്ടാവും. അപ്പോൾ അത് ഇച്ചിരി കഴുകി കളയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നന്നായിട്ട് കഴുകണം, എന്നാലാണ് അതിൻ്റെ അകത്ത് മഷിയൊക്കെ പോകുള്ളൂ. അപ്പോൾ ഒരെണ്ണം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ എല്ലാം ഞാൻ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇത് രണ്ടാക്കി മുറിക്കാതെ ഉള്ളിൽ നിന്ന് കൈയിട്ട് ക്ലീൻ ചെയ്യാമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മസാലയൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും റെസിപ്പിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അടുത്തത് ഒരെണ്ണം നന്നായിട്ട് മഷിയുള്ളത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തപ്പോൾ തന്നെ അതിൻ്റെ അകത്തുനിന്ന് മഷിയൊക്കെ ചാടി തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ നല്ല കറുത്തായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് അതിൻ്റെ ഉള്ളിലെ ജെല്ല് പോലത്തെ ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ചിലതിൻ്റെ ഉള്ളൊക്കെ അങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ തല വേണമെങ്കിൽ എടുക്കാം. ഇത് ശരിക്കും തല ഒരു നീരാളിയുടെ ഷേപ്പ് പോലെയാണ് കേട്ടോ. ഇതേപോലെയാണ് നീരാളി ഇരിക്കണത്. അപ്പോൾ നീരാളി നന്നാക്കണ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് കാണാം. അപ്പോൾ ഇത്രയും തലഭാഗമാണ് ഇത് കിട്ടിയേക്കണം. ഇത് ക്ലീൻ ചെയ്തെടുത്ത് നന്നാക്കി എടുക്കാമെങ്കിൽ അതിൻ്റെ തലഭാഗത്തുള്ള മാംസമൊക്കെ എടുക്കുക. ഞാനപ്പോൾ അത് എടുക്കണില്ല. പല്ല് പോലത്തെ ഒരു ഇതൊക്കെ ഉള്ളാനും അതൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് വേണം എടുക്കാൻ. അത് ചെത്തിക്കളയാതെ എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് എടുക്കുക. അപ്പോൾ ഞാനത് എടുക്കണില്ല. ഇപ്പോൾ നമ്മൾ ചെമ്മീൻ നന്നാക്കിയ പോലെയാണ്. ചെമ്മീൻ നന്നാക്കി കഴിയുമ്പോൾ ഒരുപാട് തുണ്ടുണ്ടാവുമല്ലോ, ചെമ്മീൻ കുറവായിരിക്കും. ഇപ്പം അതേപോലെയാണ് അതിരിക്കണത്. അപ്പോൾ അത് ഞാൻ കൊണ്ടുപോയി കളഞ്ഞു. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കുക. ഒരു 2 പ്രാവശ്യമൊക്കെ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ക്ലീനാവും.
അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ നീളത്തിൽ എന്തെങ്കിലും റെസിപ്പി ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതുണ്ടാക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് നുറുക്കിയിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യുക, ഫ്രൈ ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കേണ്ട, അങ്ങനെ വലിയ അഴുക്കൊന്നുമില്ല. അപ്പോൾ 2 പ്രാവശ്യം കഴുകി എടുത്താൽ മതി. അപ്പോൾ ഞാനിതൊന്ന് ചെറുതായിട്ട് നുറുക്കിയെടുക്കുകയാണ്. ഇനി നുറുക്കാതെ തന്നെ ഇത് മുഴുവനായിട്ട് എന്തെങ്കിലും റെസിപ്പി ചെയ്യാൻ അറിയാമെങ്കിൽ അതേപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ട് റോസ്റ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാം നുറുക്കിയെടുത്തതിന് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഒരു അരിപ്പ പോലത്തെ പാത്രത്തിലിട്ട് കഴുകി വെള്ളം പോകാൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ നുറുക്കിയെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.